ഹലോ ഗേസ്, നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണേ. ഞാനിപ്പോൾ പെരിയാറിൻ്റെ തീരത്താണുള്ളത്. ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കയറൂലേ, വെള്ളം കയറി വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ പെരിയാറിൻ്റെ തീരങ്ങളിൽ ചെളി കൂടി കിടക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ ചെളി വന്ന് അടിഞ്ഞു കൂടിയിട്ട് പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോഴേ നമുക്ക് താഴേക്ക് ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ചതുപ്പ് പോലെയാണ്. ആ വെള്ളത്തിലൊക്കെ ഒരു ഓയിലി ഫീലുള്ള എന്തോ ഒരു ദ്രാവകം പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്താണ് ആ ഒരു സംഭവം എന്ന്. പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ കിടക്കുന്ന സമയത്ത് പല നിറങ്ങളിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ മീതെ ഒരു പാട പോലെ നിൽക്കൂലേ, അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ ഞാൻ ഈ ചെളി ആയിട്ട് കിടക്കുന്ന ഈ മണ്ണിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാം. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. സയൻറ്റിഫിക്കായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു ആൻസർ കിട്ടിയാൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. ഞാൻ കുറേ നാളുകളായിട്ട് ചെറുപ്പം മുതൽ ഇങ്ങനെ കണ്ട് പോയ കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇതെന്താണ് ഇത് സംഭവം എന്നുള്ളത്. തീപ്പെട്ടിയൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് തീയിട്ട് ഉരച്ച് നോക്കായിരുന്നു കത്ത് പിടിക്കൂലേ എന്നുള്ളത്. വെള്ളം ഇറങ്ങി പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ താഴെ വെള്ളത്തിലൊക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് കാണിക്കാമേ. ഇവിടെ എല്ലാം ചെളിയാണ്. അപ്പോൾ ആ ചെളി വെള്ളത്തിൽ ഓയിലി ഫീലുള്ള എന്തോ ഒന്ന് കാണാൻ കഴിയുന്നുണ്ട്. വിഷ്വലി അത് എടുക്കുമ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടേക്ക് എന്തോ പെട്രോളിയം പോലുള്ള എന്തോ ഒരു ഉൽപ്പന്നം പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഈ പുഴയൊക്കെ കുഴിച്ച് നോക്കിയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടുമോ? ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എന്നാലും എനിക്ക് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ചിട്ട്, ഇങ്ങനൊരു പ്രതിഭാസത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് തെന്നി വീണു കേസ് ചെളി. കാരണം ഇത് മണ്ണ് ഉണങ്ങിയിട്ടില്ലല്ലോ. മണ്ണ് ഉണങ്ങുമ്പോഴത് ഉറയ്ക്കുള്ളൂ. ഇതൊരു പശയുടെ പോലത്തെ ഒരു സ്വഭാവമുള്ളൊരു മണ്ണാണ്. അപ്പോൾ നമ്മൾ കാല് വെക്കുന്നിടത്താണ് തെന്നിപ്പോവും. ഞാനിപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് വീണു. കുഴപ്പമൊന്നുമില്ല.